ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. എല്ലാവരും ക്രിസ്മസൊക്കെ വളരെ സന്തോഷത്തോടും സേഫായിട്ടും ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്കൊരു ആഘോഷം കൂടി ബാക്കിയുണ്ട്, നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങളുണ്ട്, വളരെ ഡെലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുലാവ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞു വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് വേണം. ഒരു 8-9 കറയാമ്പൂ, പിന്നെ ഒരു 8-10 കുരുമുളക്, 2 കഷ്ണം പട്ട, ഒരു 5 ഏലക്കായ, പിന്നെ ഒരു കഷ്ണം ജാതിക്കായുടെ ഒരു കഷ്ണമാണ്. ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ പൊട്ടിച്ച് എടുക്കണം. പിന്നെ നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം അതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. നന്നായിട്ട് അരഞ്ഞ പേസ്റ്റായിരിക്കണം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷം അത് കുക്കറിൽ ഒരു 1/4 വേവ് വരെ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് കഷ്ണങ്ങളൊക്കെ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1 ടീസ്പൂൺ തന്നെ ചതച്ച ഇഞ്ചിയും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 200 ഗ്രാം ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഈ ബീഫുമായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം കുക്കറിൽ 1/4 വേവ് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ മറന്നുപോയി, ചെറുനാരങ്ങ നീര്. അത് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് വേണം ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ. നമുക്കിനി കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കൂടുതൽ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് എണ്ണ നിങ്ങളുടെ സൗകര്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് സ്ലൈസ് ചെയ്തത്, നീളത്തിൽ സ്ലൈസ് ചെയ്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്യോളം, നന്നായിട്ട് മൊരിയണം. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യാം. ബാക്കിയുള്ള എണ്ണ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും ചേർക്കാം. ഉപ്പാകുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് സവാള. നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഞാൻ ആ സവാള ഫ്രൈ ചെയ്തത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 3/4 വേവ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിൽ നിന്ന് ഞാനിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. എന്നിട്ടൊരു ഓട്ടയുള്ള കയ്യിലുകൊണ്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ കുറച്ച് ഗ്രേവിയോട് കൂടി ഈ പാനിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പൊതിയോളം കുക്ക് ചെയ്യാം. അപ്പം ബാക്കി വന്ന ഗ്രേവി നമുക്ക് റൈസിൽ ഇടാനായിട്ട് വേണം. അപ്പോൾ ഞാൻ ആ ബീഫിൻ്റെ കഷ്ണങ്ങളും കുറച്ച് ഗ്രേവിയുമായിട്ട് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഗ്രേവി ഞാൻ ചോറിന് ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കഷ്ണങ്ങളിൽ പൊതിയോളം നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബാക്കി വന്ന ഗ്രേവി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അത് നമ്മൾക്ക് ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വേണം. ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് വറ്റുവോളം കുക്ക് ചെയ്യാം. ഞാനിത് അടുത്ത അടുപ്പിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് ആ സമയത്ത് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഗീ ചേർക്കാം കേട്ടോ. കൂടുതൽ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഈ ഗീയും ഡാൽഡയും നന്നായിട്ട് മെൽറ്റായതിന് ശേഷം കുതിർത്തി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരി പൊടിഞ്ഞു പോകാതെ നോക്കണം. പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. കുതിർന്നിരിക്കുന്നതുകൊണ്ട് പൊടിയാനുള്ള ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 20 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങും. പൊട്ടുന്ന ഒച്ച നമുക്ക് കേൾക്കാം. ആ സമയം വരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി 1 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ചേർക്കാം. 2 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതിൽ 3 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ കുറച്ച് നമ്മൾക്ക് ആ ഗ്രേവി ഇരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ബീഫിൻ്റെ ഗ്രേവിയും 3 കപ്പ് തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാലിൽ നിന്ന് പാത്രം ഒന്ന് ചുറ്റിച്ച് 1 കപ്പ് വെള്ളവും കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5 കപ്പ് തേങ്ങാപ്പാലും ബീഫിൻ്റെ ഗ്രേവിയും പിന്നെ വെള്ളവും കൂടിയായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വെള്ളം ഏകദേശം വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. മുഴുവനായിട്ടും വറ്റുന്നതിന് മുന്നേ തുറന്നിട്ട് നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചേർക്കാം. ഇപ്പോൾ ഏകദേശം വറ്റി വരികയാണ്, ഡ്രൈ ആയിട്ടില്ല. ഈ പാകത്തിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറിന് വേണ്ട ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അത് ചേർത്തതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മസാലകൾ നമ്മൾ ആദ്യം എടുത്തില്ലേ, അത് ഇപ്പോൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പൊട്ടിച്ചിട്ടാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാള ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബീഫ് അടുത്ത അടപ്പിൽ ഇത്രയും നേരം ഫ്രൈ ചെയ്യുമായിരുന്നു. കണ്ടോ, ഏകദേശം ഒരു സൈഡൊക്കെ മുരിയോളം നമ്മൾ ഫ്രൈ ചെയ്യുക. ഗ്രേവിയൊക്കെ നന്നായിട്ട് ബീഫിൻ്റെ കൂടെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചോറിൻ്റെ കൂടെ. എന്നിട്ടിതൊന്ന് പൊത്തി വെച്ചതിന് ശേഷം കവർ ചെയ്ത് 1 അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക.
ഇത് നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ കട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ചൂടാക്കിയാലും നല്ലതാണ്. ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. ദോശക്കല്ലിൻ്റെ പുറത്ത് വെച്ച് ബേക്ക് ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കിയത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കണ്ടോ. ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പാകത്തിലാണ് ഇത് റെഡിയായിരിക്കുന്നത്. നമ്മളിതിലേക്ക് ചേർത്ത തേങ്ങാപ്പാലും ബീഫിൻ്റെ ഗ്രേവി എല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പുലാവാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇത് മട്ടണിലും ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ പ്രോസസ്സ് ഇത് തന്നെയാണ്. മസാലകളും എല്ലാം സെയിമാണ്. കുക്കറിൽ മട്ടൺ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള ബീഫ് പുലാവ് എല്ലാവരും ഈ ന്യൂ ഇയറിന് ട്രൈ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.